എമ്പുരാൻ നമ്മൾ പറയണ്ട വിചാരിച്ച, പക്ഷെ കുറച്ച് ലേറ്റ് ആയാലും ഇപ്പൊ പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് പറയണത്. ലേറ്റ് ആയിട്ടില്ല, കാരണം എപ്പോഴും ഭയങ്കര സംഭവമുണ്ട്. 2 ദിവസം മുമ്പ് തമിഴ്നാട്ടിൽ ഇവരെയും കൊണ്ട് ചില്ലറ ശല്യമല്ല ഈ സംഖ്യകളെ കൊണ്ട്. എന്താ അതിനൊക്കെ പറയാ, ഒരു സിനിമ ഇറക്കി, അത് നടന്നതോ നടക്കാത്തതോ എന്തോ ആയിക്കോട്ടെ, സിനിമ എന്ന് പറഞ്ഞത് രണ്ടും ആവാം. അത് നടന്നതാവാം നടക്കാത്തതാവാം എന്താവാം. അവരൊരു റിയൽ സ്റ്റോറി ഒന്നും പറഞ്ഞിട്ടൊന്നും അല്ല ഇറക്കിയിട്ടുള്ളത്. ഞാൻ കാണുമ്പോൾ എനിക്ക് റിയൽ ആണ്, എനിക്ക് തോന്നിയാൽ എനിക്ക് റിയൽ ആണ്, വേറൊരാൾക്ക് അത് റിയൽ അല്ലാൻ തോന്നിയാൽ റിയൽ അല്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് സാധനങ്ങൾ ആ സിനിമയിൽ വന്നിട്ടുണ്ടെന്നും അത് ആ സിനിമയുടെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഭാഗമാണെന്നാണ് പറയുന്നത്. ഞാൻ സിനിമ കണ്ടിട്ടില്ല. അപ്പൊ അത്രയും സുപ്രധാനപ്പെട്ട ഭാഗമാണെന്ന് പറയുമ്പോൾ അത് എന്താ പറയാ, വെട്ടണം, അത് റീസെൻസറിങ് നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് സംഖ്യകൾ കടന്ന് കുരുപൊട്ടിക്കുക, ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പൊ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നിലവിലില്ലേ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എമ്പുരാൻ ഈ പറയുന്ന വിമർശനം നേരിടേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് അതിന്റെ നായകനായുള്ള മോഹൻലാല്, സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജിനൊക്കെ ഈ വിമർശനം നേരിടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യണം. അതേപോലെ തന്നെ എനിക്കൊരു വിമർശനമായിട്ട് ഉന്നയിക്കാനുള്ളത്, ഇവരുടെ ഭീഷണി വന്നതിന് ശേഷം ഇവര് അത് എന്താ പറയുക, ഖേദം പ്രകടിപ്പിക്കുക. ആൻഡ്രു പെരുമ്പാവൂർ പറഞ്ഞത് വളരെ പച്ച നുണയെന്നുള്ള കേട്ടാൽ മനസ്സിലാവും. അതായത് ഭീഷണിയൊന്നുമില്ല, ഞങ്ങൾക്ക് മറ്റുള്ളവരെ വിഷമിപ്പിക്കേണ്ട എന്ന രീതിയിൽ കൊണ്ട് ഞങ്ങൾ സ്വയം കൂട്ടായി എടുത്ത തീരുമാനമാണ്. പക്ഷെ ഇതേ തീരുമാനത്തിൽ തന്നെ മുരളി ഗോപി വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതും മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വരുന്നു. അപ്പൊ എന്താണെങ്കിലും മൊത്തത്തിൽ എമ്പുരാൻ ടീം രണ്ടാമത് ചെയ്തതും സംഖ്യകൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും രണ്ടും ഒരു ശരിയായ നിലപാടെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അവരൊരു സിനിമ എടുത്തിട്ടുണ്ടെങ്കിൽ ആ സിനിമയിൽ ഉറച്ചു നിൽക്കുക, അതിന് നിയമപരമായിട്ടുള്ള അവസരങ്ങളും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ ചാടിക്കേറി മാപ്പ് പറഞ്ഞ് തടി കൂടിയത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്കിപ്പം തോന്നിയിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ ഖേദം പ്രകടിപ്പിച്ചൊന്നും നമ്മൾ യോജിപ്പില്ല. ലാലേട്ടൻ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അത് എന്തിന്റെ പേരിലാണെങ്കിലും, അത് അവര് റീപോസ്റ്റ് ചെയ്താണെങ്കിൽ യോജിപ്പില്ല. പക്ഷെ ഇവരൊരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, അത് ഈ BJP-ക്കാർ ഇങ്ങനെ ചെയ്യുന്നത്, തോന്നിയ ദിവസം ചെയ്യുന്നത്, അവര് തലയിൽ കാണാൻ കാണുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. അത് ആ വഴിക്ക് പോട്ടെ. പക്ഷെ ഇവിടെ ഇവർ ഉദ്ദേശിച്ചുള്ളത് ആക്ച്വലി നടന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട്. ഒന്ന്, കൊമേഴ്ഷ്യലി നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവരുടെ പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റുള്ള മേക്കേഴ്സിന്റെ ഭാഗത്തുനിന്നോ നോക്കുകയാണെങ്കിൽ, ഇവർക്ക് പൈസ വാരുക എന്നുള്ളൊരു വലിയൊരു സംഭവം ഉണ്ട്. അത് ഇന്റർനാഷണൽ ഇതിന് അപ്പീൽ ഉണ്ടാവുക, അത്ര രീതിയിൽ ഇത് ചർച്ചയാവുക എന്നുള്ളത്. ഇപ്പൊ തമിഴ്നാട്ടില് കർഷകരുടെ ഒരു സംഘടനയും അത് എന്താ ഇതിലുള്ളത്, 3 ആളുടെ, മുരളി ഗോപി, മോഹൻലാല്, പൃഥ്വിരാജ് ഗോകുലഗോപാലാണോ? ഓക്കെ. ഈ ഒരു ഫ്ലെക്സ് വെച്ചിട്ട് ഇവര് മുദ്രാവാക്യം വിളിക്കുന്നത്, താഴെ ചെരുപ്പിട്ട് ചവിട്ടിന് വലിച്ച് കീർന്ന്, എന്തൊരു അത്തപതിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ബുദ്ധിശൂന്യമായുള്ള അവസ്ഥ. ആ ഡാമിനെ കുറിച്ച് പറഞ്ഞു നോക്കി, സിനിമയിലെ പല സാധനങ്ങൾ ഉന്നയിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നടന്നിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, അതിന്റെ താഴെ തന്നെ കമന്റ് ഉണ്ട്, തമിഴ്നാട്ടിൽ പടം ഹിറ്റായി. അത്ര രീതിയിൽ വിവാദമാക്കുമ്പോ സിനിമക്ക് കിട്ടുന്ന ഒരു അപ്പീലിംഗ് കൂടുന്നില്ലേ എന്നുള്ള സംഭവമുണ്ട്. കളക്ഷൻ 200 കോടി ഓൾറെഡി 5 ദിവസം കൊണ്ട് 200 കോടിയായി. ഫാസ്റ്റസ്റ്റ് കേരള പ്രോഫിറ്റ് ഒക്കെ എപ്പോഴും വന്നു 100 കോടി ഉള്ളു ആകെ. എന്തായാലും വന്നിട്ട് അത് എത്ര വരും, ഇനി പുറത്ത് എത്ര കളക്ഷൻ പോയാൽ പിന്നെ കളക്ഷൻ വന്നില്ല. എത്ര ദിവസമായി ഇപ്പോഴും പടം ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുക. ലിബർട്ടി ബഷീർ ഒക്കെ പറഞ്ഞത് 7 ദിവസത്തേക്ക് ഡബിള് 100 കോടി ഉള്ളെങ്കിൽ 300 ആയി കഴിഞ്ഞാൽ എത്രയായി, 200 ആയി ഡബിളായി. സോ അതൊക്കെ എപ്പോഴും ആയി. അത് പുറത്തിട്ടില്ലല്ലോ. 100-140 എന്ന് പറയപ്പെട്ടിട്ടുള്ളൂ, അതുപോലെ പുറത്തിട്ടില്ല. സോ അതവിടെ നിൽക്കണത് വിഷയമല്ല. എന്തായാലും കളക്ഷൻ കൂടുതൽ കിട്ടും, അത് ഉറപ്പാണ്, അതിൽ ഡൗട്ടും വേണ്ട. 2, ഇനി ഇതിന്റെ മറ്റൊരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിന്റെ എഴുത്തുകാരൻ്റെതാണ്. അതായത് എന്റെ പൊളിറ്റിക്സ്, ഇന്ന സംഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഈവൻ ചെറിയ കുട്ടികൾ, അതായത് ഗുജറാത്ത് കലാപം എന്താണെന്ന് അറിയാത്ത, അതിന്റെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ജനിച്ചിട്ടുള്ള കുട്ടികൾ പോലും എന്താണ് ഗുജറാത്ത് കലാപം എന്നുള്ളത് യൂട്യൂബും മറ്റു സ്ഥലങ്ങളിലും അടിച്ച് നോക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ആ സിനിമയുടെ മറ്റൊരു വിജയം എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ ക്ഷമ പറഞ്ഞിട്ടില്ലെങ്കിലും ഖേദം പ്രകടിപ്പിക്കുന്നതാണ് ഏകദേശം ക്ഷമ പറഞ്ഞ പോലെ തന്നെ. അതിനോട് യോജിപ്പില്ല. പക്ഷേ അവിടെ ഉദ്ദേശം കറക്റ്റ് ആയിട്ട് അവിടെ നടന്നിട്ടുണ്ട്. സിനിമ അങ്ങനെ ഓടിപ്പോയെങ്കിൽ അത് ആരും ചർച്ചയാവില്ലായിരുന്നു. മണ്ടന്മാര് സംഖ്യകൾ ഇത് പറഞ്ഞു നടന്നത് കൊണ്ടാണ് ഇതെന്താ സംഭവം എന്നുള്ളത് സിനിമയെ കുറിച്ച് അല്ലെങ്കിൽ എമ്പുരാൻ സിനിമയോട് താല്പര്യമില്ലാത്ത ആളുകൾ പോലും ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും കാര്യങ്ങൾ ചെയ്തു വന്നത് അതുകൊണ്ടാണ്. പൊളിറ്റിക്സ് ചർച്ചാ വിഷയമായി എന്നുള്ളത് ഇവരുടെ വിജയം തന്നെയാണ്. ഇനി ഇവിടെ വേറെ സംസാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോ പുറത്തു വരുന്ന ഒരു കാര്യം, അതായത് ആരും ഇത് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഇവര് സ്വമേധയാ ഒക്കെ മനസ്സിലാക്കി കട്ട് ചെയ്യാമെന്ന് അങ്ങോട്ട് പറഞ്ഞ രീതിയിലുള്ള ചർച്ച നടക്കുന്നുണ്ട്. അത് എത്രമാത്രം ശരിയുണ്ടെന്ന് അറിയില്ല. ഇനി അങ്ങനെയാണെങ്കിൽ ഈ സിനിമയിൽ തന്നെ ഒരു സീനുണ്ട്. അതായത് മഞ്ജു വാര്യരുടെ കണ്ടിട്ടുണ്ടാവും. മഞ്ജു വാര്യർ
ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സാധനമായിരുന്നു. അതിന്റെ വേറെ ട്രോൾ പ്രിയങ്ക ഗാന്ധി ഒക്കെ പറഞ്ഞ പച്ചോണേ. പ്രിയങ്ക ഗാന്ധി ഇന്നലെ മറ്റേ ഇതിന്റെ വഖഫ് ബോർഡിന്റെ ബില്ലിൽ പങ്കെടുത്തിട്ടില്ല. എന്നിട്ട് പറയില്ല. അപ്പോ ഇന്ദിരാഗാന്ധി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എന്തെന്ന് വെച്ചാൽ ഈ ഒരു പ്രസംഗത്തിന് വരുന്ന സമയത്ത് പുള്ളിക്കാർക്ക് കറക്റ്റ് അറിയാം പോലീസുകാർ വരും, ഇത് പ്രശ്നം ഉണ്ടാക്കും, വിലങ്ങണിയിക്കും. വന്നു കഴിഞ്ഞാൽ ആളുകളെല്ലാം കൂടി വിലങ്ങിടാൻ സമ്മതിക്കൂല. പക്ഷെ അങ്ങോട്ട് കയറി പറയുന്നുണ്ട് അവരെന്നെ വിലങ്ങ് വെക്കട്ടെ, വെക്കണം എന്ന് പറയുന്നത്. ലീക്കാക്കിയോ എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ വിലങ്ങ് വെക്കാൻ പറയുന്ന ഉദ്ദേശം വിലങ്ങ് വെച്ചാൽ ഇത് കുറച്ചുകൂടെ വലിയ രീതിയിൽ അപ്പീലും കിട്ടുകയും ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടുകയും ചെയ്യും. ഇതേ സ്ട്രാറ്റജിയാണ് സിനിമയിൽ നടന്നിട്ടുള്ളത്. അവരങ്ങോട്ട് പോയി കട്ട് ചെയ്യുന്നു അതിന്റെ കാര്യങ്ങൾ. അതൊക്കെ അവർ വെൽ പ്ലാൻഡ് ആണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ മുരളി ഗോപിനെ പറയാതിരിക്കാൻ വയ്യ. ഈദ് മുബാറക്ക് നടന്നിട്ട് ക്ഷമയിലൊരു ചോദിച്ച സമയത്ത് അതെ. അതുപോലെ ഏറ്റവും ലാസ്റ്റ് വന്നിട്ടില്ല. അപ്പൊ പണ്ട് കുറെ മുമ്പ് പുള്ളി പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വീണ്ടും ഇപ്പൊ വളരെ ചർച്ചയാവുന്ന ഒരു കാര്യമാണ്. നിർമ്മാല്യം എന്ന് പറഞ്ഞ സിനിമയിൽ പണ്ട് PJ ആന്റണി, അതാണ് പേര് തോന്നുന്നു, അദ്ദേഹത്തിന്റെ മറ്റേ ഇതുണ്ടല്ലോ, എന്താണ് പറയാ, മറ്റേ കോമരം എന്തോ പറയാലോ, ആ കഥാപാത്രം, എന്തായാലും ആ കഥാപാത്രം അവിടുത്തെ ദേവിക്കെതിരെ അല്ലെങ്കിൽ പ്രതിഷ്ഠയ്ക്കെതിരെ തുപ്പുന്നൊരു സീനുണ്ട്. പുറത്തേക്ക് തുപ്പുക അത് നോക്കിയിട്ട്. അതായത് ഇയാൾക്ക് ഇത് മടുത്തിട്ട് അയാളുടെ ആ ഒരു സാഹചര്യത്തിൽ ഇതൊന്നും ഒന്നുമില്ല, ദൈവമൊന്നുമില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇവരെ കൊണ്ടൊന്നും കാര്യമുള്ള രീതിയിലൊരു സാഹചര്യത്തിൽ ഇങ്ങനെ തുപ്പാണ് പുറത്തേക്ക്. അതിനെക്കുറിച്ച് പുള്ളി അന്ന് പറഞ്ഞിട്ടുള്ളത് എത്ര വ്യക്തമായിട്ടാണ്. അന്ന് അത് ഇന്നാണ് ഇറങ്ങിയിരുന്നെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വലിയ പ്രശ്നം ചിന്തിക്കാൻ വിമർശനാത്മകമായി ഇറങ്ങുന്നുണ്ട്. ഇപ്പം മറ്റേ ഇവന്റെ സിനിമ ഇറങ്ങിയല്ലോ, നമ്മുടെ ജാൻ ശ്രീനിവാസന്റെ ഒരു സിനിമ, ഒരു മറ്റേ P. ജയരാജന്റെ കഥയുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഒരു സിനിമ, ഒരു പോലീസ് ഗൺമാനായിട്ട് വരുന്നത്. അതിലൊക്കെ CPM വിമർശിക്കുന്ന പല സീനുകളും പല ഷോട്ടുകളും ഇതിൽ തന്നെ ഉണ്ട്. അവിടെയൊന്നും വിമർശനാത്മകമായ തിയേറ്റർ സിനിമ മുടക്കുക അല്ലെങ്കിൽ സിനിമക്കെതിരെ ആഹ്വാനം ഉന്നയിക്കുക അങ്ങനെയൊന്നും ഇവിടെ തന്നെ കേരളത്തിൽ മാത്രമുള്ളതല്ല എന്ന് വെച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് നല്ല കൂട്ടുകൂട്ടുണ്ട്. അതേപോലെ കമ്മ്യൂണിസ്റ്റ് ഒരു പരിപാടി വെക്കുമ്പോൾ പരിപാടി എന്താ സ്വാഭാവികം നൃത്തം എന്നൊക്കെ പറഞ്ഞിട്ട് മുകളിൽ നിന്ന് ഒരു ഷോട്ട് ഒക്കെ ഉണ്ട്. ആ സിനിമയായിട്ട് ഒരു ബന്ധമില്ല, വെറുതെ കമ്മ്യൂണിസ്റ്റിന് തോണ്ടാൻ വേണ്ടി മാത്രം വെച്ചിട്ടുള്ള സീനാണ്. അതായത് ഫുള്ള് വട്ടത്തിൽ തിരുവാതിര കളിക്കുന്നത് മുകളിൽ നിന്നുള്ള ഷോട്ട്. അതുപോലെ വേറെന്തോ ഡയലോഗ് പറയുന്ന സമയത്ത്, അതായത് സായികുമാറിന്റെ കഥാപാത്രം പറയുമ്പോൾ കോൺഗ്രസ്സുകാരനാണ്, ആ കോൺഗ്രസ്സുകാരനായിട്ട് നല്ലൊരു കൊട്ടുകൊടുക്കുന്നുണ്ട്. ഇവർക്കൊന്നും ഇത് കൊണ്ടിട്ടില്ല, കൊണ്ടത് അവരൊക്കെ സിനിമയായിട്ട് കണ്ടു. അതെ, ഇവിടെ ഇവരിത് വലിയ വിഷയം. മറ്റേ ലൂസിഫറിൽ വരാണെങ്കിലും ഇതന്നെ സംഭവം, എല്ലാ പാർട്ടിയും തോണ്ടിയിട്ടാണ് അവിടെ പോകുന്നത്. ഇവിടെ വന്നപ്പോ ഇവർക്ക് വലിയ വിഷയമായി. ഇനി ഗുജറാത്ത് കലാപം ഇവരെല്ലാം ചെയ്തെന്നാണ് ഇവർ പറയാൻ പോണത്. ഇവരൊക്കെ പറയുമ്പോൾ എന്തൊരവസ്ഥയാണത്. എന്നിട്ട് എടുത്ത് മാറ്റി എന്ന് പറയുമ്പോഴും അരമണിക്കൂറോളം വെട്ടി ചുരുക്കണം എന്ന് പറഞ്ഞു, പിന്നീട് 20 മിനിറ്റോളം വെട്ടി ചുരുക്കും എന്ന് പറഞ്ഞു. പക്ഷെ ജസ്റ്റ് 2 മിനിറ്റും സംതിങ് മാത്രമേ വെട്ടി ചുരുക്കിയിട്ടുള്ളത്. ആൻഡ് കുറച്ച് നമ്മുടെ മണിക്കൂട്ടന്റെ അടക്കമുള്ള സീനുകൾ കുറച്ച് സ്ലോ മോഷൻ ആക്കി 3 മിനിറ്റ് പൂർത്തിയാക്കിയിട്ടാണ് സിനിമ എപ്പോഴും പോകുന്നത്. എല്ലാ ചെറിയ കുറച്ച് സീനുകൾ 2 മിനിറ്റ് വരുന്ന കുറച്ച് സംഭവങ്ങൾ ഒഴിവാക്കി. അതിൽ ബജ്രംഗ് എന്നുള്ള പേര്, ഇതൊക്കെ ഇപ്പൊ എല്ലാവർക്കും കാണാപ്പാടായി. ബജ്രംഗ് പേരൊക്കെ ഒരു കാര്യമില്ല. പക്ഷെ അതിൽ ഓക്കെ, ആ സ്ത്രീയെ പീഡിപ്പിക്കുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കി ഒഴിവാക്കി. പറഞ്ഞല്ലോ, ഒരു സിനിമയിലുള്ള ഒരു ഡയറക്ടറായിട്ട് വരുന്നുണ്ടല്ലോ, എന്റെ സിനിമയെ കൊണ്ട് ഞാൻ സമ്മതിക്കില്ല. അതെ 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 അതെ, ഞാൻ പറ്റില്ല, എനിക്ക് പറ്റില്ല. അതെ അതെ. അപ്പൊ ഒരു ആളുടെ ഒരു മേക്കിംഗ്, അതിനുള്ളൊരു എന്താ പറയാ, അതൊരു കത്തിരിക വെക്കാന്നാണ് ഭയങ്കര സംഭവം. അല്ല, സെൻസറിങ് എന്ന് പറയുന്ന പരിപാടി അവിടെയും പറയുന്നത് മുരളി ഗോപിന്റെ വാക്കുകൾ തന്നെ. കാരണം പുള്ളിന് മുമ്പ് പറയണ്ട അതിനോട് പൂർണ്ണമായിട്ട് എതിർപ്പാണെന്ന്. സെൻസറിങ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. പക്ഷെ ഇവിടെ നടക്കുന്നത് പാടില്ല. എന്തിനാണ് തന്നെ ചോദിക്കുന്നത്. സെൻസറിങ് ഓക്കെ, ജനങ്ങളുടെ ഇതൊക്കെ ആലോചിച്ച് ചില കാര്യങ്ങൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ പെടുത്തം വിട്ടു പോകുമായിരിക്കും. പക്ഷെ ഇതുപോലെ സർട്ടിഫിക്കറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് മാത്രം നിശ്ചയിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ഇത്തരത്തിൽ ഭയങ്കര ഇല്ല, അവിടെ ഒരു ആള് ആഗ്രഹിച്ച് അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള സെൻസറിങ് ഒന്നും നല്ലതല്ല. അങ്ങനെയാണെങ്കിൽ കേരള സ്റ്റോറിക്ക് വരുന്ന സമയത്ത് എടുത്ത് ഒഴിവാക്കണം. അന്ന് ഈ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. സിനിമയ്ക്കെതിരെ എന്താ പറയാ, സിനിമ നിർത്തണം, സിനിമ സംരക്ഷണം ചെയ്യരുതെന്ന്, സിനിമ വെട്ടിക്കുറക്കണം എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. വിമർശനങ്ങൾ എല്ലാ സിനിമകൾക്കും പല സിനിമകൾക്കും വരാറുണ്ട്, അത് പൊതുവെ അങ്ങനെയാണ്. പക്ഷെ ഇത് വിമർശനത്തിന് പുറത്ത് ഭീഷണി, പേടിയാണ്. IS ബന്ധം എന്തെന്നായിരുന്നു, IS ബന്ധം. അവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പുള്ളി കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ഇവിടെ IS-ഉം അതുപോലെ ജിഹാദികളാണ് മുദ്ര കുത്തുമ്പോ ഇതിന്റെ സംവിധായകൻ ഹിന്ദു, ഇതിൽ അഭിനയിച്ച നടൻ ഹിന്ദു, എഴുത്തുകാരൻ മുരളി ഗോപി ഹിന്ദു, അതുപോലെ സുജിത്ത് ഹിന്ദു, ക്യാമറാമാൻ, അതിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് തുടങ്ങി എത്രയോ ഹിന്ദുസിന്റെ പേര് പറയുന്നുണ്ട്. അപ്പൊ ഹിന്ദുസ് എന്നുള്ളതല്ലേ BJP ആണ് ഇവിടെ പ്രശ്നം. അത് ഹിന്ദുക്കളല്ല ഇതിനെതിരെ. പക്ഷെ നിങ്ങൾ അങ്ങനെ ജാഹിദീങ്ങളെ അല്ലെങ്കിൽ ജിഹാദികളൊക്കെ ആക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ ആലോചിക്കണം. ആൻഡ് സുരേഷ് ഗോപിനെ കൂടി ഇതിലൊന്ന് പറയണം. പൃഥ്വിരാജിനെ ജിഹാദിയാക്കി
ആക്കി. പൃഥ്വിരാജ് ജിഹാദി അത് ഇന്നൊരു വീഡിയോ ഉണ്ട്. അതായത് ആടുജീവിതത്തിന് സമയത്ത് അതെ ജോർദാനിൽ പോയി ടൈപ്പ് ഉണ്ടാക്കിയെന്ന് പറയണത്. അതായത് ഏത് വരവിലും നമ്മുടെ ഗുജറാത്തിലെ മറ്റേ മരുഭൂമി ഉണ്ടല്ലോ, ഇതിന് പേരും കിട്ടുന്നില്ല, അവിടെ ആയിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. അവിടെ എല്ലാ മരുഭൂമികളുടെയും സ്വഭാവം കിട്ടുന്ന മരുഭൂമിയാണ്. അപ്പൊ അവിടുന്ന് മാറ്റിയിട്ട് എന്തിന് ഇങ്ങോട്ട് പോയി എന്നാ ചോദിക്കുന്നത്. അത് IS ബന്ധം കൊണ്ടാണെന്നാണ് പറഞ്ഞത്. എന്ത് പൊട്ടത്തരൊക്കെ വിളിച്ചു പറയുന്ന ഒരു പരിധി ഇല്ലടേ. അതുപോലെ സുരേഷ് ഗോപി പറയുന്നത് ഫുൾ അവരുടെ ബിസിനസ് തന്ത്രം. ഓക്കെ, ബിസിനസ് തന്ത്രമാണ്, അംഗീകരിക്കുന്നു. ഇവർ കട്ടയം പറഞ്ഞിട്ടില്ല, ഡ്രാമയാണ്, ഫുൾ ഡ്രാമയാണ്. മാത്രമേ പറയുന്നത് ആരും എതിർത്തിട്ടില്ല. പുള്ളി ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. കാരണം ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് RS നേതാക്കന്മാരെ വരെ ഇരുന്നിട്ട് ഡയലോഗ് അടിക്കുന്നു. ഇതൊന്നും ഇയാൾ കേട്ടിട്ടില്ല. പിന്നെ പുള്ളിന്റെ കാര്യമാക്കണമില്ല. പാവം പോട്ടെ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക.